മോർണിംഗ് സർ. മോർണിംഗ് മോർണിംഗ്. നമസ്കാരം സർ. നമസ്കാരം. ഒന്ന് വേഗം വന്നേ, എല്ലാരും കാത്തിരിക്കാം. നമുക്ക് അവിടെ ചെന്നിട്ട് വേണം മിനിസ്റ്ററോട് ബാക്കി നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ എവിടേക്കാ? അവിടെ കഞ്ഞി വീഴ്ത്തൊന്നുമില്ല, എല്ലാവരും കൂടെ ചെല്ലാൻ. ആരെങ്കിലും 1 or 2 പേര് പോയാ മതി. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറഞ്ഞു കേട്ടാ മതി, കൂടുതൽ വിളച്ചിലൊന്നും എടുക്കണ്ട. ആ സാറിന്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളെ തടയാൻ? ഉണ്ട്, നിന്റെ അപ്പൻ. നിർത്ത്. നമ്മളിവിടെ വന്നിരിക്കുന്നത് വഴക്കുണ്ടാക്കാനല്ല, അവകാശങ്ങൾ പിടിച്ചു പറ്റാനാണ്. അത് മറക്കരുത്. കാര്യങ്ങളൊക്കെ ഇത്രയും മോശമായ അവസ്ഥയിൽ എത്തിക്കാൻ പാടില്ലായിരുന്നു. പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തീർക്കാമായിരുന്നില്ലേ? എന്നെ എന്തിനാണ് ഇങ്ങോട്ട് എഴുന്നള്ളിച്ചത്? സാർ, ഞാൻ മാത്രം വിചാരിച്ചാൽ തീർക്കാൻ പറ്റുന്നതല്ല ഇവിടുത്തെ പ്രശ്നങ്ങൾ. തൊഴിലാളികളും കോൺട്രാക്ടേഴ്സും യൂണിയൻ നേതാക്കളും മുൻകൈ എടുത്താൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയൂ. RDO എന്നും പറഞ്ഞ് തെക്കോട്ടും വടക്കോട്ടും നടന്നുകൊണ്ടൊന്നും കാര്യമില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാവണം, കഴിവ്. സാർ, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, ഐ ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ്. മേസ്ത്രിക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് ഈ ഇരിക്കുന്ന നേതാക്കളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവര് കാണിച്ച അഴിമതിയും അക്രമവും മൂലം ജീവിതം പോലും വഴിമുട്ടിയവരാണ് ഞങ്ങൾ. ഇങ്ങനെ പറയാനും മാത്രം ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. എടോ ജോസേ, എന്താ സർ? എന്തിനാ ഒരു ആരവം? അത് പിന്നെ ജനങ്ങൾ ഇത്രമാത്രം ആരവം ഉയർത്താൻ സമ്മതിയുള്ള ഒരു നേതാവും ജീവിച്ചിരിപ്പില്ല എന്നല്ലേ പാർട്ടി പത്രം പറയുന്നത്? അതെ. പിന്നെന്താ ഇത്? താൻ പറഞ്ഞോളൂ. തൊഴിലാളികളുടെ മുഴുവൻ പ്രശ്നങ്ങളും വിശദമായി ബഹുമാനപ്പെട്ട മന്ത്രിയെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പഠിപ്പും വിവരവും ഞങ്ങൾക്കില്ലേ? അതുകൊണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി ഇന്നു മുതൽ സംസാരിക്കുന്നത് ഇദ്ദേഹമായിരിക്കും. ആരാ? മനസ്സിലായില്ല. തൊഴിലാളി, മുതലാളിയാ? പിന്നെ താൻ ആരാ? എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഞാൻ രവിശങ്കർ. ഇവർക്ക് വേണ്ടി, ഈ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് വന്നു. അതിന് തന്റെ കയ്യിൽ എന്ത് കോപ്പാണുള്ളത്? ഒരു 10 ദിവസത്തേക്ക് താൻ തൊഴിലാളികളുടെ കൂടെ ജോലി ചെയ്യണോ? അങ്ങനെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്ക്. യൂണിയനുകളുമായി ബന്ധപ്പെട്ട് ട്രേഡ് യൂണിയൻ എന്താണെന്നും പഠിക്കാം. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണോ? സാറിന്റെ പേരെന്താണാവോ? തനിക്കറിയില്ലേ? അല്ല, എന്നാലും ഒന്ന് പറഞ്ഞോളൂ. AB തരകൻ. ഓ, AB തരകൻ. ആ. നീണ്ട 15 വർഷങ്ങളായി തുറമുഖ തൊഴിലാളികളുടെ ജീവാത്മാവും പരമാത്മാവുമായ പ്രസിഡന്റ്, ദേശീയവും സാർവദേശീയവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നവൻ AB തരകൻ. കേവലം റബ്ബർ സ്റ്റാമ്പ് എന്നൊക്കെയാ ശത്രുക്കൾ പറയുന്നത്. പക്ഷേ കുശാഗ്രബുദ്ധി. തുറമുഖത്ത് ആരെവിടെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കെൽപ്പുള്ളവൻ. കുത്തക മുതലാളിമാരുടെ ചട്ടുകം. പാവപ്പെട്ടവന്റെ വിയർപ്പിൽ നിന്ന് അപ്പം തിന്നുന്നവൻ. ലിസ്റ്റിലില്ലാത്ത തൊഴിലാളികളുടെ പേരിൽ തൊഴിൽ വിറ്റ് കാശാക്കുന്നവൻ. ഇതൊക്കെ 10 ദിവസം കൊണ്ട് എനിക്ക് പഠിക്കാൻ കഴിയുമോ സാർ? ജനങ്ങളുടെ നന്മയ്ക്കും നാടിന്റെ പുരോഗതിക്കും വേണ്ടി പോരാടുന്നവരെ കുറിച്ചാണ് താനീ പറയുന്നതെന്ന് ഓർമ്മ വേണം. ഈ നാടിന്റെ ഗതിയും നേതാക്കന്മാരുടെ ഗുണവും അറിയാൻ വേറെങ്ങും പോണ്ട സാർ. മുഷിഞ്ഞു നാറി അക്കങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത നമ്മുടെ 2 രൂപ നോട്ടും 5 രൂപ നോട്ടും കണ്ടാ മതി. 500 രൂപ നോട്ടിന്റെയും 1000 രൂപ നോട്ടിന്റെയും കെട്ടുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പുതുമയായിരിക്കും. പിന്നെ തുറമുഖത്തെക്കുറിച്ച്, വിദേശ കപ്പലുകളിൽ നിന്ന് വാടകയും പൈലറ്റ് ഫീസും മറ്റും ഡോളർ ഇനത്തിൽ ഈടാക്കണമെന്നാണ് 91 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരുന്നത്. 92 മുതൽ 95 വരെ ഇത് ഈടാക്കുകയും ചെയ്തിരുന്നു. 95 മുതൽ 98 വരെ 765 വിദേശ കപ്പലുകൾ വന്നതിൽ നിന്നും രൂപ ഇനത്തിൽ ഈടാക്കിയതുകൊണ്ട് 14,23,00,000 നഷ്ടമായി എന്ന് പറയുന്നതിൽ ഒരു വാസ്തവുമില്ല. യഥാർത്ഥത്തിൽ ഡോളറിൽ തന്നെയാണ് നിരക്കുകൾ ഈടാക്കിയിരിക്കുന്നത്. രേഖയിൽ രൂപയാണെന്ന് മാത്രം. ഈ കോടികൾ എവിടെ പോയി? ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത്? എനിക്കിതിൽ ഒരു പങ്കുമില്ല. ഞാനിവിടെ ചെയർമാനായി ചാർജ് എടുത്തിട്ട് 2 മാസം പോലും ആയില്ല. അതോർത്ത് വിഷമിക്കണ്ട സാർ, അവസരങ്ങൾ ഇനിയും ഉണ്ടല്ലോ. ഇതൊക്കെ അന്വേഷിക്കാൻ നീ ആരാ? രാജ്യത്തോട് കൂറുള്ള ഏതൊരു പൗരനും ഇതൊക്കെ അന്വേഷിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട് സാർ. വാക്കുകൊണ്ടല്ല, പ്രവൃത്തിയിൽ കൂടെ വേണം കൂറ് കാണിക്കാൻ. മിസ്റ്റർ ARM. ഓ യെസ്, ARM റാഫേൽ, CTTU എന്ന ട്രേഡ് യൂണിയൻ കമ്പനിയുടെ മുതലാളി.
നീന്തി കുളിക്കാൻ ചന്ദനത്തൈലം കമഴ്ത്തിയ നീന്തൽക്കുളം, സഞ്ചരിക്കാൻ 5 ലക്ഷം മുതൽ 40 ലക്ഷം വരെ വിലയുള്ള കാറുകൾ, ലോറികൾ, മോട്ടോർ സൈക്കിളുകൾ, ട്രാൻസ്ഫർ ക്രെയിനുകളുടെ നിരക്ക് വർദ്ധിപ്പിക്കാതിരിക്കാൻ എന്തു കൊടുത്തു ഇയാൾ? തുറമുഖത്തിന് നഷ്ടം 2,56,00,000 രൂപ. വൈദ്യുതി താരിഫ് പുതുക്കാത്തത് മൂലം 34,98,000 രൂപ. ബെർത്ത് വാടക നിശ്ചയിച്ചതിലെ പിഴവ് കാരണം 28,13,000 രൂപ. ബ്യൂറോക്രാറ്റുകളും ഭരണാധിപന്മാരും തൊഴിലാളി നേതാക്കളും ചേർന്ന മാഫിയ കോടിക്കണക്കിന് രൂപയാണ് കൊള്ളയടിച്ചിരിക്കുന്നത്. ഒരു ദിവസം 25-നും 30-നും ഇടയ്ക്ക് കപ്പലുകൾ വന്നിരുന്ന ഈ തുറമുഖത്ത് ഇന്ന് 1-2 വന്നെങ്കിലായി. സ്റ്റുവാർഡുമാരുടെയും കങ്കാണിമാരുടെയും വീട്ടുപടിക്കൽ വെളുപ്പാങ്കാലം മുതൽ കാത്തുനിന്ന് മടി നിറയെ കാശുമായി തിരിച്ചു പോയിരുന്ന തൊഴിലാളികൾ ഒരു ദിവസത്തെ വേലയ്ക്കും കൂലിക്കുമായി യൂണിയൻ ഓഫീസുകളുടെ മുന്നിൽ കാവൽ കിടക്കുകയാണിപ്പോൾ. നിങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങൾ അപ്പാടെ വിശ്വസിച്ച ഇവർ ഇന്ന് ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലാണ്. തനിക്കിപ്പോ എന്താ വേണ്ടത്? നീതി, കഷ്ടപ്പെടുന്ന തൊഴിലാളി വർഗം അർഹിക്കുന്ന നീതി. ഇവർ പണിയെടുക്കാൻ തയ്യാറാണ്. പക്ഷെ അടിച്ചേൽപ്പിക്കപ്പെട്ട അതിരിന്റെ ഇരുവശത്തുമായി ഇനി ഒരിക്കലും അവർ അണിനിരക്കില്ല. ഒരു യൂണിയന്റെ കീഴിലും ഇവർ ജോലി ചെയ്യില്ല. സ്വതന്ത്രരായ തൊഴിലാളികളാണിവർ. ഇവരുടെ വിയർപ്പിന്റെ കൂലി പറ്റാൻ ഒരു ട്രേഡ് യൂണിയൻ നേതാക്കളെയും അനുവദിക്കില്ല. അഴിമതിയും കാര്യശേഷിയില്ലായ്മയും മൂലം ഇനി ഒരിക്കലും അർഹതപ്പെട്ടവർ അവഗണിക്കപ്പെടരുത്. അടിയന്തര സാഹചര്യങ്ങളിൽ വേണ്ട തീരുമാനങ്ങൾ എടുക്കാതെ ഉത്തരവാദപ്പെട്ടവർ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് സംഭവിച്ചതാണിതെല്ലാം. നിങ്ങൾ എല്ലാവരും കൂടി ആലോചിക്കൂ, ഉചിതമായ ഒരു തീരുമാനമെടുക്കൂ. പുറത്തുനിന്ന് തൊഴിലാളികൾ എന്ന പേരിൽ ഗുണ്ടകളെ ഇറക്കി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കളയാമെന്ന് വല്ല അബദ്ധ ധാരണയുണ്ടെങ്കിൽ അനുവദിക്കില്ല ഞാൻ. ഇല്ലാത്ത കാശുണ്ടാക്കി അവനെ LLBക്ക് പഠിക്കാൻ വിട്ടിട്ട് ഇപ്പൊ എന്തായി? അവൻ ഈ കാണിക്കുന്ന ക്രിമിനൽ ബുദ്ധിയുടെ പകുതി മതിയായിരുന്നു ആ പരീക്ഷ പാസ്സാകാൻ. അതെങ്ങനെയാ? പഠിച്ച് പാസ്സാകാൻ പാടില്ലല്ലോ. എൻറോൾ ചെയ്ത് ഏതെങ്കിലും കസേര കയറി കുത്തിയിരിക്കട്ടെ. അപ്പോ സാറിന് ഇതുപോലെ നാട് നീളെ നടന്ന് തട്ടാനൊക്കത്തില്ലല്ലോ. ഇയാൾക്ക് ഇതെന്തോ നിന്റെ സൂക്കാരാണോ? ഒന്നും മിണ്ടായിരുന്നൂടെ? അയ്യോ മോനെ, നീ കൈ മുറിക്കണ്ട. അവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, നീ അത് കാര്യാക്കല്ലേ. വേണ്ട, കാര്യമായിട്ട് എടുക്കണ്ട. അല്ലെങ്കിലും അമ്മയാണല്ലോ ഇവനെ ചീത്തയാക്കുന്നത്. ഇവൻ ഒരുത്തൻ കാരണം ഈ കുടുംബം മുടിയും. സ്വന്തം കൂടപ്പിറപ്പിനെ എപ്പോഴും ഇങ്ങനെ ദൂഷിക്കരുത് കേട്ടോ. കഷ്ടപ്പെടുന്നവരോട് കാരുണ്യം കാണിക്കുന്നതാണോ തെറ്റ്? ഇന്ന് ചീപ്പ് കോപ്പ്. എന്റെ അമ്മേ, ഇന്ന് എന്തായിരുന്നു മിനിസ്റ്ററുടെയും മറ്റു നേതാക്കന്മാരുടെയും മുമ്പിൽ വെച്ച് അമ്മയുടെ മോന്റെ ഒരു പെർഫോമൻസ്. ഫയല് മറിക്കുന്നു, കണക്കുകൾ വിളമ്പുന്നു, പടുവെടുപ്പൻ ഡയലോഗുകൾ വെച്ച് കാറ്റുന്നു. എടാ മോനെ രവി, 10 കാശ് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കാൻ കഴിയാത്ത നീ എങ്ങനെയാടാ നാട് നന്നാക്കണേ? അല്ല, മനസ്സിലാഞ്ഞിട്ട് ചോദിച്ചതാ. തെറ്റുണ്ടോ? എന്റെ ഹരി, നീ ഒന്ന് അവനെ ചാടി കടിക്കാതെ. അവൻ എങ്ങനെയെങ്കിലും നന്നായിക്കോളും. നീ ഒന്ന് വട്ടുപിടിച്ചാ വല്ല സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം. അല്ലേടി രാധേ? ഓ, അത്രയൊന്നും വേണ്ട. പച്ചയിറക്കൽ കൊണ്ട് 2 പെട കൊടുത്താലും മതിയാവും. അതേടി, എനിക്ക് വട്ട. നീ എന്റെ അനിയനാണെന്ന് മിനിസ്റ്റർ എങ്ങാനും അറിഞ്ഞാണ്ടല്ലോ. വേണ്ട, അത്ര കുറച്ചാണെങ്കിൽ അനിയനാന്ന് പറയണ്ട. പക്ഷെ ചേട്ടനാണെന്ന് ഞാൻ എല്ലാവരോടും പറയും. നീ എന്നെ പരിഹസിക്കുകയാണോ? പരിഹസിച്ചോ. പക്ഷെ ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, ഒരിക്കലും ഊരാൻ പറ്റാത്ത ഒരു കുടുക്കിലേക്കാണ് നീ പോകുന്നത്. ശരി, വരവ് വെച്ചിരിക്കുന്നു. ആ, എങ്ങനെയുണ്ട്? കിളവൻ ചാകൊന്നുമില്ലല്ലോ. കുറവുണ്ട്. ആ, എന്താടാ, എന്തിനാ നീ ഇവിടെ വന്ന് കിടക്കുന്നത്? സുഖവാസത്തിന് ആശുപത്രിയിലാണോ വന്ന് കിടക്കുന്നത്? നിനക്ക് എന്ത് പറ്റിയെന്നാ നീ പറയുന്നത്? നിന്നെ ആരാടാ തല്ലിയത്? ഇതൊക്കെ യൂണിയന്റെ കളികളാണ്. അല്ല, ഷായുടെ ഗുണ്ടകളെ കൊണ്ട് അച്ഛനെ തല്ലിച്ചതാ. നിനക്കെങ്ങനെ അറിയാടാ? നീ ആരാടാ? നിനക്കെന്താടാ ഇവിടെ കാര്യം? സാറെന്തിനാ എന്നോട് ചൂടാവുന്നേ? അച്ഛനെ തല്ലിയതിന് പരാതി ഇല്ലെന്ന് പറയണം. സാറിന് അത്രല്ലേ വേണ്ടു? കഴിവേറി കളിയാക്കുന്നോടാ. സാറ് വളരെ നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ. തച്ചോളി മാണിക്കോ തൊതേനക്കുറിപ്പിനെയും കവച്ചു വെക്കുന്ന ചില അഭ്യാസങ്ങൾ കയ്യിലുണ്ടെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. നീ എന്തോന്ന് കേട്ടിട്ടുണ്ട്? അധികം ഞെളിയല്ലേ? നെഞ്ചിന് 4 വരക്കട താഴെ ഒരു താപ്പ് താത്ത കുടിച്ച മുലപ്പാലും മുഴുവൻ പുറത്തു വരും. സാറ് ഗുരുവായൂർ പത്മനാഭൻ എന്ന് കേട്ടിട്ടുണ്ടോ? വളരെ പ്രസിദ്ധനായ ഒരു ആനയാണ് മൂപ്പര്.
നല്ല വിളഞ്ഞ് തെളിഞ്ഞ ഒരു കൊമ്പൻ. അവൻ ഈ പനം പട്ട തിന്നുന്ന കാഴ്ച ഒന്ന് കാണേണ്ടതാണേ. തുമ്പിക്കൈ കൊണ്ട് ചുറ്റി ചുഴറ്റി ഇടത്ത് കാല് കൊണ്ടൊന്ന് തട്ടി വലത്ത് കാല് കൊണ്ട് ചവിട്ടി പിടിച്ച് വലിച്ചുടച്ച കീറ. ഇട കൊണാട്ട് പ്ലേസിലെ പോലീസുകാരാ മടക്കി പിച്ച് കീറുന്നതിന് ഞാൻ. ഏതോ ഒരു ഊച്ചാളി ഒറ്റി തന്നിട്ടാണെങ്കിലും പണ്ട് 1.5 കോടിയുടെ കള്ളപ്പൊന്ന് താൻ വേട്ടയാടി പിടിച്ചതും അതിൽ പാതി താൻ കടത്തിക്കൊണ്ടുപോകുമ്പോ പിടിക്കപ്പെട്ടതും തന്റെ ഈ തൊപ്പി അങ്ങ് തിരുവണ്ണാമലയിലോട്ട് പറന്നു പോകാതിരിക്കാൻ ഷാ തന്നെ സഹായിച്ചതൊക്കെ മറന്നുപോയോ? അതിന് ഷായോട് പ്രത്യുപകാരം ചെയ്യാൻ കെട്ടിയെടുത്തതാവും ഇവനെ. പാവപ്പെട്ടവന്റെ നെഞ്ചിന്റെ മോളിൽ കയറിയിരുന്ന് നിറങ്ങാമെന്ന വല്ല ധാരണ ഉണ്ടെങ്കിലേ അതങ്ങ് കളഞ്ഞേരെ. പോലീസ് സ്റ്റേഷന്റെ അകത്തല്ല ഈ തെരുവ്, ഈ തെരുവിന്റെ അകത്താ പോലീസ് സ്റ്റേഷൻ, അത് മറക്കണ്ട. ഞങ്ങൾക്കൊരു പരാതിയില്ല. പരാതി തന്നിട്ട് കാര്യമില്ലെന്നറിയാം. പിന്നെ വെറുതെ എന്തിനാ ഒരു പരാതി? സാറ് പോ സാറേ. ഇതൊക്കെ ഒഴിവാക്കായിരുന്നില്ലേ രവി? മാരകായുധങ്ങളുമായി എന്തിനും തയ്യാറായി വന്നവർക്ക് നേരെ ഏറ്റുമുട്ടേണ്ടി വന്നത്. ബാലനത് ചെയ്തില്ലായിരുന്നെങ്കിൽ കിണ്ണനായിരിക്കും ഇത് സംഭവിക്കുക. എന്നിട്ട് ഓന്റെ മയ്യത്ത് ഇപ്പോഴും അവിടെ കിടക്ക. ഷായുടെ ആളുകൾ വന്ന് പിന്നീട് ഇത് എടുത്തോണ്ട് പോയി. എന്നാലും എന്റെ കൈ കൊണ്ട് അങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? PSC ടെസ്റ്റ് എഴുതി ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാ ബാലൻ. ഒരുപാട് പ്രതീക്ഷയുള്ള ചെറുപ്പക്കാരൻ. ഒരു പോലീസ് കേസിൽ എങ്ങനെ കുടുങ്ങിപ്പോയാൽ അവന്റെ ജീവിതം പാഴായി പോകുമ്പായി. നമ്മുടെ ഇടയിലുണ്ടായ ഒരു പ്രശ്നത്തിന് എന്തിനാ വെറുതെ പോലീസിന് ഇടപെടുത്തണേ? അത് ഞമ്മക്ക് തന്നെ അങ്ങോട്ട് പറഞ്ഞു തീർത്താ പോരെ. ഞാൻ ഏതായാലും ഷായുടെ വക്കീലുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. എനിക്കത്ര വിശ്വാസം പോരാ, ചതിയനാവൻ. അത് എനിക്കും അറിയാ. പക്ഷേങ്കിൽ ഈ ഇപ്പൊ ഇവിടെ കാണിക്കേണ്ടത് ആവേശമല്ല, കൗശല. കുറുക്കന്റെ കൗശലം. ഓരെന്താ ഉദ്ദേശിക്കണേന്ന് മുന്നേ കൂട്ടി അറിയാനുള്ള കഴിവ് എനിക്ക് വേണം. അല്ല അത് എനിക്കുണ്ട്. പിന്നെ കാര്യങ്ങൾ സോൾവായി വരുമ്പോ ഈ കടുംപിടുത്തം പിടിക്കരുത്. ഒന്നുമില്ലെങ്കിലും മരിച്ചുപോയ ഒരുത്തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ. വന്നാട്ടെ. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ ബായി? അല്ല ഓൻ വന്നില്ലേ അഡ്വക്കേറ്റ് ഐസക്ക്? അയാൾ വരും, അല്പം താമസിക്കുന്നു വിളിച്ചു പറഞ്ഞു. യാതൊരു പ്രകോപനവുമില്ലാതെ എന്റെ ആൾക്കാരോട് ഏറ്റുമുട്ടുകയും അതിലൊരാളെ കൊലപ്പെടുത്തുകയും ചെയ്തു. എന്റെ നഷ്ടം വളരെ വലുതാണ്. ഒന്നും അറിയില്ല എന്ന ഭാവത്തിലാണല്ലോ നിങ്ങളുടെ സംസാരം. കഴുത്തറക്കാൻ വന്നവന്റെ തല തന്നെ മണ്ണ് നിന്നു. അത്രേ അവിടെ സംഭവിച്ചുള്ളൂ. ഒരിക്കൽ ഇതുപോലെ ഒരു മേശയുടെ ചുറ്റും ഇരുന്ന് ഭായിയും ഞങ്ങളുമെല്ലാം ഇതൊന്ന് അവസാനിപ്പിച്ചതാ. ഇന്ന് വീണ്ടും നീയായിട്ടൊരു തുടക്കം കുറിച്ചിരിക്കുന്നു. അതെ, സാധാരണ ജനങ്ങളുടെ നന്മ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഒരു രക്തപ്പുഴ ഒഴുക്കേണ്ടി വന്നാലും ഞാൻ മടിക്കില്ല. ആരാണ് ഇവിടെ ഒന്നാമൻ എന്ന തർക്കം നമുക്കിടയിൽ എന്തിനാ? യു സീ, വി ആർ ഓൾ ഈക്വൽസ്. ഞമ്മള് പരസ്പരം അറിയുന്ന ആൾക്കാരല്ലേ. ഒരു പരിചയമില്ലാത്തവരെ പോലെ വെറുതെ വർത്താനം പറഞ്ഞ് നേരം കളയണ എന്തിനാ? നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്താ നിങ്ങളുടെ ഡിമാൻഡ്? അത് പറയ്. ഒന്ന്, തൊഴിലാളി നേതൃസ്ഥാനത്ത് നിന്ന് രവി പിന്മാറണം. അല്ല, തൊഴിലാളികളെ സേവിച്ചേ അടങ്ങുന്നാണെങ്കിൽ ഞങ്ങളുടെ യൂണിയനിൽ ചേർന്ന് പ്രവർത്തിക്കാം. അടച്ചിട്ടിരിക്കുന്ന ബായുടെ തട്ടുംപുറം ബാറിൽ ഡാഡിക്ക് വലിയ താല്പര്യമുണ്ട്. എത്ര വേണം പറഞ്ഞാൽ മതി. എന്താ രവി, എന്താ എന്റെ അഭിപ്രായം? ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെ കുറിച്ചല്ലേ ഇവിടെ സംസാരിക്കുന്നത്. പിന്നെ എന്താ രവിയുടെ മനസ്സിലുള്ളത്? തുറന്നു പറയൂ. കൊല്ലപ്പെട്ട ആളിന്റെ കുടുംബത്തിന് എത്ര നഷ്ടപരിഹാരം കൊടുക്കണം? കൊടുക്കാം. തെറ്റ് ഞങ്ങളുടേതല്ലെങ്കിൽ പോലും. അല്ലാതെ ഒരു ഭീഷണി ഭയന്നാണ് ഞങ്ങൾ വന്നതെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. മോനെ രവി, രാഷ്ട്രീയത്തിൽ പിച്ച പോലും വെച്ച് തുടങ്ങിയിട്ടില്ലാത്ത നിനക്ക് യഥാർത്ഥ ഗുണ്ടായിസം അറിയില്ല അല്ലേ?
യുവജനങ്ങളെ വഴിതെറ്റിച്ച് കീശ വീർപ്പിക്കുന്ന താൻ ഇതുവരെ ശക്തനായ ഒരു എതിരാളിയോട് ഏറ്റുമുട്ടിയിട്ടില്ല അല്ലേ? നിയന്ത്രിക്കാമെന്നുറപ്പുള്ള കുതിരയുടെ പുറത്തെ ബുദ്ധിയുള്ള യോദ്ധാവ് കയറാവൂ. നിയന്ത്രിക്കാനാവാത്ത മൃഗത്തെ വളർത്തി വലുതാക്കരുത് എന്നും ഒരു ചൊല്ലുണ്ട്. നിങ്ങളിത് എവിടെയായിരുന്നു? അവരെല്ലാം വന്ന സമയത്രയായി. വേച്ചല്ലേ. ഐ എം സോറി. ആ, അഡ്വക്കേറ്റ് എത്തിയല്ലോ. ഇനിയല്ല അയാൾ തീരുമാനിക്കട്ടെ. സോറി, വെരി സോറി. ഒരു അത്യാവശ്യ കാര്യത്തിൽ പെട്ടുപോയത് കൊണ്ടാ. ആ, ടേംസ് ഒക്കെ സംസാരിച്ചല്ലോ അല്ലേ? എല്ലാം എല്ലാവർക്കും സമ്മതമാണെങ്കിൽ നമുക്ക് പത്രത്തിലാക്കിയേക്കാം. ഹലോ 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 യെസ് യാ എക്സ്ക്യൂസ് മീ, ഞാനൊരു മീറ്റിംഗിലായിരുന്നു. പറഞ്ഞോളൂ. എന്താണ്? എന്താ പറഞ്ഞത്? ഐ സി. അല്ല രവി, എല്ലാം സമ്മതമാണല്ലോ. മിസ്റ്റർ അഡ്വക്കേറ്റ്, ഇവരാവശ്യപ്പെട്ട ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് സമ്മതമല്ല. ഞാനത് അംഗീകരിക്കില്ല. പുതുതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഡാഡി വിളിക്കുന്നു. കാടയിലും പടർപ്പയിലും തല്ലാതെ നമുക്കിനി കാര്യത്തിലേക്കും കടക്കാം. നമ്മളെ ചതിച്ചു മോനെ. കയറാൻ എളുപ്പവും ഇറങ്ങാൻ വിഷമവുമുള്ള ഒരു പഴയ ഗോവണിയിലൂടെയാണ് ഇന്നെന്റെ യാത്ര. ഈ ജോലിയിൽ തിരിച്ചുപോക്ക് എന്നൊന്നില്ല. ഇവിടെ തെറ്റും ശരിയുമില്ല. മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾക്ക് പ്രസക്തിയില്ല. നിലയില്ലാ വെള്ളത്തിൽ തുഴഞ്ഞു നിൽക്കുന്നവനാണ് നിലനിൽപ്പ്. തുഴച്ചു നിർത്തിയാൽ അടുത്ത നിമിഷം ബല അവിടെ നിന്ന് നിർത്തും. എന്താ രവിട്ട് ആലോചിക്കുന്നത്? ആ കിടന്ന ഫാക്ടറി നീ ശ്രദ്ധിച്ചോ? അത് നമ്മുടെ ഗുലാബ് ചന്ദ് ഷായുടെ മരുന്ന് ഫാക്ടറി അല്ലേ? അവിടെ നമുക്ക് എന്താ കാര്യം? കാര്യമുണ്ട്. നിന്നെ ആ ഫാക്ടറിയുടെ MD ആക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്ത് പറയുന്നു? ഷായുടെ ഫാക്ടറിയുടെ MD എന്നെ? ആ, കേൾക്കാൻ നല്ല സുഖമുണ്ട്. അനുഭവിക്കുമ്പോഴും. രവിയേട്ടൻ പറയുന്ന ഏത് തമാശയും എനിക്കിഷ്ടമാണ്. നീ പറഞ്ഞ ഈ തമാശ എനിക്കും അങ്ങ് സുഖിച്ചു. വണ്ടി എടുക്ക.